ഇന്ന് സിനിമാ ടാക്കീസ് ചർച്ച ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വിനയനെ കുറിച്ച്. എൻ്റെ വീടിൻ്റെ ചുവരിൽ ഒരുപാട് പേരുടെ പടമൊന്നുമില്ല, ഒരൊറ്റ ആളുടെ പടമേ ഉള്ളൂ, എൻ്റെ തന്തയുടെ. മാപ്പ് ജയൻ പറയില്ല, അഴിയെങ്കിൽ അഴി, കയറെങ്കിൽ കയറ്. ഇതാണ് വട്ട് ജയൻ്റെ വാക്കുകൾ. അവിചാരിതമായി യൂട്യൂബിൽ ഇന്ദ്രജിത്തിൻ്റെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായ വട്ടുജയൻ കടന്നു വന്നപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ബിഗ് സ്ക്രീനിൽ ഓടിത്തുടങ്ങിയ റീലുകളിൽ എല്ലാം നായകൻ വേറൊരാളായിരുന്നു. ഒന്ന് വിളിച്ച് മാപ്പ് പറഞ്ഞാൽ ഈ പ്രശ്നം തീർക്കാം, അല്ലെങ്കിൽ ഒരു സിനിമ പോലും ചെയ്യാനാകാതെ നീ നിന്നുപോകും, ശരിക്കും പെട്ടുപോകും, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറയൂ എന്ന് എതിർനിരക്കാരുടെ ഭീഷണിക്ക് മുമ്പിൽ ചെറുചിരിയോടെ പാലാരിവട്ടത്ത് തട്ടുകട തുടങ്ങേണ്ടി വന്നാലും മാപ്പ് പറയാൻ കഴിയില്ല. അങ്ങനൊരു തീരുമാനമെടുത്ത സിനിമയിലെ വട്ടുജയനെ വെല്ലുന്ന ആറ്റിറ്റ്യൂഡും നട്ടലുമുള്ള ആ കുട്ടനാട്ടുകാരൻ്റെ മുഖം, ആ കുട്ടനാട്ടുകാരൻ്റെ കഥ. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അതെ, ഇന്നത്തെ സിനിമാ ടാക്കീസ് ചർച്ച ചെയ്യുന്നു വിനയനെ കുറിച്ച്. സിനിമയിലേക്ക് ഇന്ദ്രജിത്തിനെയും ജയസൂര്യയെയും അനൂപ് മേനോനെയും സുരേഷ് കൃഷ്ണയെയും പ്രിയാമണിയെയും ഹണി റോസിനെയും എല്ലാം കൈപിടിച്ചു കൊണ്ടുവന്ന ഒരാളുടെ മുഖം, ഒരാളുടെ സ്റ്റോറി, അതാണ് ചർച്ച ചെയ്യുന്നത്. തൊലിക്കറുപ്പുള്ള നടന്റെ കൂടെ അഭിനയിക്കാൻ വരെ മടി കാണിച്ചവർ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ആ നടനെ നായകനാക്കി സിനിമകൾ ചെയ്ത് തന്റെ നിലപാട് വ്യക്തമാക്കിയ ഒരാൾ. പൃഥ്വിരാജിനെതിരെ വിലക്ക് വന്നപ്പോൾ പൃഥ്വിയുടെ കൂടെ അഭിനയിച്ചാൽ പ്രശ്നമാകുമെന്ന് കരുതി മുഖ്യ നടന്മാർ എല്ലാം പിന്മാറി നിന്നപ്പോൾ പക്രുവിനെ നായകനാക്കി താനൊരു സിനിമ ചെയ്യുന്നു എന്നും പറഞ്ഞ് മുഖ്യ നടീനടന്മാരെ കൊണ്ട് അഡ്വാൻസ് മേടിപ്പിച്ച് കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിച്ച ശേഷം എൻ്റെ പടത്തിൽ പക്രു മാത്രമല്ല നായകൻ, പൃഥ്വിയും നായകനാണ്, ഇനി നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റില്ല എങ്കിൽ പറയൂ, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ വിലക്കിനെ പൊട്ടിച്ചെറിഞ്ഞ ഒരു മനുഷ്യൻ, അയാളുടെ കഥ. പുതുമുഖങ്ങളുടെ കവർ ഫോട്ടോ വെച്ചാൽ വലിയ പുലിവാലാകും, അതുകൊണ്ട് കവർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ മാഗസിനുകളിലെല്ലാം പുതുമുഖങ്ങളുടെ കവർ ഫോട്ടോസ് വരാനായി പിന്നണിയിൽ വിയർപ്പൊഴുക്കി ഊമപ്പെണ്ണിന് ഉരിയാടപ്പയ്യനിലൂടെ തുടക്കം കുറിച്ച ഒരാൾ. ലിസ എന്ന ഒരൊറ്റ ചിത്രത്തിൽ പ്രേതചിത്ര സങ്കല്പങ്ങളെ ഒതുക്കി നിർത്തിയിരുന്ന മലയാളികളുടെ മുന്നിലേക്ക് ആകാശഗംഗയെ തുറന്നുവിട്ടു. ഹൊറർ ചിത്രങ്ങൾക്ക് ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ച അങ്ങനെ ഒരാൾ. മലയാളി ഗ്രാഫിക്സിനെയും VFXനെയും കുറിച്ച് കേട്ടുകേൾവി പോലുമില്ലാത്ത കാലത്ത് മനുഷ്യൻ പട്ടിയാകുന്നതും പോസ്റ്റാകുന്നതുമെല്ലാം കാണിച്ച് രസിപ്പിച്ച ഒരാൾ. ഇൻഡിപെൻഡൻസ് എന്ന സിനിമയിലൂടെ കൂടെയുള്ളവർ ഒരു സൂപ്പർ താര ചിത്രങ്ങളുടെ തീയതിക്ക് വേണ്ടി ഓടിക്കൊണ്ടിരുന്ന കാലത്ത് പുതുമുഖങ്ങളെ വെച്ചും സ്ത്രീ കേന്ദ്ര കഥാപാത്രങ്ങളെ വെച്ചും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്ന ചിത്രങ്ങൾ പിടിച്ചിരുന്ന സംവിധായകൻ. താരങ്ങൾ തിരശ്ശീലയിൽ തീപ്പൊരി സംഭാഷണങ്ങൾ കൊണ്ട് സ്ഫോടനം സൃഷ്ടിച്ചിരുന്ന സമയത്ത് ഉമയായ നായിക നായകന്റെയും കഥ പറഞ്ഞ് തിയേറ്ററിൽ ആളെ കയറ്റിയ പ്രതിഭ. 1995നെയും 2002നെയും ഒരു ചരടിൽ ബന്ധിപ്പിച്ച് അതിൽ സിപ്പായി ലഹള മുതൽ ഊമപ്പെണ്ണ് വരെ 15ഓളം നല്ല ചിത്രങ്ങൾ കോർത്തിട്ട് മലയാള സിനിമയുടെ അകത്തളങ്ങളെ അലങ്കരിച്ച വിനയൻ എന്ന പ്രതിഭയിൽ ഒരു തരി വിശ്വാസക്കുറവില്ലാത്തത് കൊണ്ടാകും 10ഓളം വർഷങ്ങൾക്ക് ശേഷം അയാൾ സിനിമയുടെ മുഖ്യധാരയിലേക്ക് പിന്നണിയിലെയും മുന്നണിയിലെയും പ്രമുഖരോടൊപ്പം 19ാം നൂറ്റാണ്ട് എന്ന ചിത്രവുമായി കടന്നു വരുന്നു എന്ന് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നിയതും. ഇന്നിപ്പോൾ ആ സിനിമ തിയേറ്ററുകളിൽ ആൾക്കൂട്ടം സൃഷ്ടിക്കുന്നത് കാണുമ്പോൾ അഭിമാനം തോന്നുന്നതും അതുകൊണ്ട് തന്നെ. അയാളുടെ അവസാനം ഇറങ്ങിയ യക്ഷിയും ഞാനും, അതുപോലെ രഘുവിന്റെ സ്വന്തം റസിയും ഡ്രാക്കുളയും എല്ലാം കണ്ട് അവയുടെ നിലവാരമില്ലായ്മയിൽ അസംതൃപ്തി തോന്നിയെങ്കിലും ആ സിനിമകൾ എങ്ങനെ സൃഷ്ടിച്ചു എന്നും എന്തുകൊണ്ട് സൃഷ്ടിച്ചു എന്നും സംവിധായക കസേരയിൽ നിങ്ങളല്ലാതെ വേറെ ആരേലുമാണേൽ അങ്ങനെ ഒരു സിനിമ ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് ഉള്ളത് കൊണ്ടാണ് വിനയൻ ചേട്ടാ നിങ്ങളോടും നിങ്ങളുടെ സിനിമകളോടും ഇന്നും ഈ മുടിഞ്ഞ സ്നേഹം. ബസ് സ്റ്റേഷൻ മാസ്റ്ററോട് ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട സ്വാമി എൻ്റെ കൂടെ വന്ന 49 സ്വാമിമാർക്ക് വഴിതെറ്റിപ്പോയത്രേ. സ്റ്റേഷൻ മാസ്റ്ററുടെ മറുപടി ഇങ്ങനെയായിരുന്നു: അല്ല സ്വാമി, സ്വാമിയുടെ കൂടെ വന്ന 49 പേർക്കാണോ അതോ സ്വാമിക്കാണോ വഴിതെറ്റിയത്? ചോദ്യം വളരെ സിമ്പിളായിരുന്നു. സ്വാമിയുടെ ഉത്തരവും അതുപോലെ തന്നെ. എനിക്ക് വഴിതെറ്റിയില്ല, ഞാൻ പെരിയ സ്വാമിയാണ്. ഏറെ ചിരിപ്പിച്ച ഓർഡിനറി എന്ന സിനിമയിലെ ഒരു രംഗമാണിത്. എൻ്റെ കൂടെയുള്ള 49 പേർക്ക് വഴിതെറ്റിപ്പോയി എന്ന് അനൗൺസ് ചെയ്യാൻ വന്ന പെരിയ സ്വാമിയെ പോലെയുള്ള എൻ്റെ കൂടെയുള്ളവർ എല്ലാം തെറ്റാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് കോടതിയിൽ കേസിന് പോയി വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ കേസ് ജയിച്ച നിങ്ങളെ കണ്ടതുകൊണ്ടാകാം വിനയൻ ചേട്ടാ ഇപ്പോൾ പെരിയ സ്വാമിമാർ പുനർചിന്തയ്ക്കുള്ള അവസരങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്ന് ഓർക്കുക. നന്ദി. നിങ്ങളോട് പെരുത്തിഷ്ടം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.